അപ്പോൾ നമ്മൾ ആ പോത്തുംകുട്ടന്മാർക്ക് അരിത്തവിട് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഒരു ചാക്കാട്ടോ എടുത്തത് വരുന്നത്. അപ്പോൾ ലൂസ് അതിന് ആദ്യം വാങ്ങിക്കൊടുക്കല്ലേ, അപ്പോൾ ലൂസ് നഷ്ടമാട്ടോ വാങ്ങിക്കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ ചാക്ക് എടുത്താട്ടോ. ഈ ഫുൾ ചാക്കിന് വരുന്നത് 700 രൂപ കേട്ടോ വാങ്ങിയത്. ഇതൊരു 40 കിലോൻ്റെ ചാക്കാട്ടോ വരുന്നത്. അപ്പോൾ 40 പറഞ്ഞാൽ ഇവിടുന്ന് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 30 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് കിലോന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് ഈ 40 കിലോന് 700 രൂപ കേട്ടോ ഒരു വാങ്ങി. അവിൽ മില്ലിൽ നിന്നാണ് എടുത്തത്. ഈ ടൈമിൽ പറഞ്ഞാൽ ഞാൻ എടുത്തത് പറഞ്ഞാൽ 30 രൂപ വെച്ചിട്ടാട്ടോ കിലോന് വാങ്ങിയത്. അപ്പോൾ ചാക്ക് എടുക്കുമ്പോഴാണ് ലാഭം വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ലൂസ് എടുക്കുമ്പോൾ നഷ്ടമാണ് കേട്ടോ വരുന്നത്. പോത്തുംകുട്ടന്മാരിതാ ഒരു ഒഴിഞ്ഞ പറമ്പ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു പറമ്പാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കെട്ടിയതാട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വാങ്ങിയെന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ തവിടാട്ടോ അതിന് വാങ്ങി. അതിന് 30 രൂപയാണ്. അപ്പോൾ കടകളിൽ അവർ പറഞ്ഞ് അരിത്തവിടിനും അതേ റേറ്റ് തന്നെയാണ് വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അരിത്തവിട് അവിടെ എല്ലായിട്ടാണ് ഫസ്റ്റ് ഗോതമ്പ് തവിട് വാങ്ങിയത്. പോത്തുംകുട്ടിക്ക് ഇത് അവിടെ ഉണ്ട് ഒരു മുറിവുണ്ട്. എന്താ പറയുക, വണ്ടി കയറ്റുമ്പോൾ പറ്റിയതാട്ടോ. ചെറിയ മുറി ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. അതിനെക്കാട്ടും ഇത്രയൊക്കെ ഉണ്ടായിന് മുറി. അത് ഇപ്പോൾ മരുന്നൊക്കെ തേച്ച് ഉണങ്ങിയതാട്ടോ. വൃത്തിയിൽ വെള്ളം കുടിക്കും. ഫുള്ള് മുഖം മൊത്തം ബക്കറ്റിനുള്ളിൽ ആക്കിയിട്ട് അവിടെ കുടിക്കുക അല്ലേ. ഫുള്ള് ബക്കറ്റിനുള്ളിലാണ് മുഖം. ഇങ്ങനെ ഈ കലക്കും അതേപോലെ തന്നെ ഈ ഉണക്കപ്പുല്ല് വൈകുന്നേരം കുറച്ച് ഉണക്കപ്പുല്ല് ഇട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചപ്പുല്ല് അരിഞ്ഞുണ്ടാവും, അതുകൊണ്ട് കൂടെ കൊടുക്കും. രാവിലെ തൊട്ടിട്ട് ഒരു 2-3 മണി വരെ ഈ ഇങ്ങനത്തെ പറമ്പിലൊക്കെ കൊണ്ട് കെട്ടുകെട്ട് ചെയ്യുക. അത് മാക്സിമം ചിലവ് കുറച്ചിട്ടാണ് ഈറ്റളെ നോക്കുന്നത്. എന്താ പറയുക, വലിയ ചിലവിൽ എന്താ പറയുക കടലപ്പിണ്ണാക്ക് മറ്റേ തേങ്ങാപ്പിണ്ണാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങി കൊടുക്കുന്നില്ല. ഇങ്ങനത്തെ തവിടും അതേപോലെ തന്നെ ഉണക്കപ്പുല്ല് പച്ചപ്പുല്ല് അങ്ങനെയായിട്ടാണ് കൊടുക്കണേ. ഇവറ്റകളെ നോക്കിയിട്ട് പറഞ്ഞാൽ വലിയ പരിചയം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്നും മെസ്സേജ് അയക്കണേ. അല്ല പോത്തിനെ വളർത്തി പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ. പോത്തിനെ കൊണ്ടുപോകുന്ന ടൈമിൽ പറഞ്ഞാൽ ഒരു പനീൻ്റെ ഗുളികയും അതേപോലെ തന്നെ വിരേൻ്റെ ഗുളികയാട്ടോ കൊടുത്ത്. ഫസ്റ്റ് ഒരു ദിവസം എന്താ പറയുക പനീൻ്റെ ഗുളിക കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ദിവസമാണ് വിരേൻ്റെ ഗുളിക കൊടുത്തത് കേട്ടോ.